മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇതേപോലെ ഷിജി പള്ളിയേരി ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്നു. അത് മിക്കവാറും ഒരു സ്ത്രീ ഇതുപോലെ ആ ഒരു സംവരണ മണ്ഡലം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തു തന്നെയായാലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇതുപോലെ മത്സരിക്കാൻ ഒരു അവസരം ലഭിച്ച ഷിജിക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ്. വിജയിച്ച് കയറട്ടെ, അങ്ങനെ കുറച്ച് വെളിവ് വീഴട്ടെ എന്നൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വർഗീയത മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്നാണല്ലോ നമ്മളുടെ OIC BJP-കാരോട് പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമുക്ക് തിരിച്ചും പറയാലോ, മുസ്ലിം ലീഗിന്റെ വർഗീയത മാറ്റിവെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യുന്നതിനോട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, തിരക്കേടൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. വിജയാശംസകൾ നമ്മൾ നേരുന്നു. പക്ഷേ പത്രികാ സമർപ്പണത്തിന് വേണ്ടി പോകുന്നതിന് മുന്നേ കൊടുക്കുന്ന ഈ തരത്തിലുള്ള ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ അത് എന്താണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതാണ് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമായിട്ട് മാറിയത്. ഇതാണല്ലോ ഇപ്പോൾ നമുക്കിവിടെ പറയേണ്ട കാര്യം. കാരണം നമ്മളിപ്പോൾ ഒരാളെ ഒരു പരീക്ഷയ്ക്ക് പോകുന്നു, അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ ആ മോനെ നീ പഠിച്ച് നന്നായി പ്രാർത്ഥിച്ച് വിടുകയാണ്, നീ നന്നായി അനുഗ്രഹിച്ച് വിടുമ്പോൾ പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പറയുന്ന ഒന്ന് തന്നെയായിരിക്കും, വിജയ് ശ്രീലാളിതനായി വരൂ, പോയി വിജയിച്ച് വരൂ എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. എന്നാൽ ഇവിടുത്തെ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോനെ നീ പോയി തോറ്റ് തുന്നം പാടി വരൂ എന്ന് ആത്മാർത്ഥമായിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നതിന് തുല്യമായത്, അല്ലെങ്കിൽ അതിനേക്കാൾ കുഴപ്പം പിടിച്ച രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ പോയിരിക്കുന്നത്.